ഹായ്, ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് നമ്മുടെ ഇന്നത്തെ ഹെഡിങ്. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 1 മുതൽ 6 വരെയാണ് വാക്യങ്ങൾ. അപ്പോൾ വായിക്കാം. ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാകരുതേ. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പിതാവും ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുതേ. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളതിന് സമയം കണ്ടെത്തുന്നുണ്ട്. നമുക്കൊരുപാട് നിയോഗങ്ങളുണ്ട്. നമ്മൾ കുർബാന ചൊല്ലിയിട്ടും നമ്മൾ കൊന്ത ചൊല്ലിയിട്ടും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക നിയോഗങ്ങൾ വെച്ച് ബൈബിൾ വായിച്ചിട്ടൊക്കെ നമ്മൾ കാര്യം സാധിക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ ശാരീരികമായ സൗഖ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആത്മാവിന് വേണ്ട പ്രാർത്ഥന നമ്മൾ വളരെ കുറച്ചേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എല്ലാവരും അതിന് സമയം കണ്ടെത്തൽ വളരെ കുറവാണ്. അതിൻ്റെ കാരണം നമുക്കതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മൾ പാപത്തിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കാൻ വേണ്ടി ദൈവത്തിനോട് നമ്മൾ സഹായം ചോദിക്കണം, അല്ലെങ്കിൽ ആ സഹായം പ്രാർത്ഥനയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്കറിയില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണില്ല. നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്ക് നമുക്ക് ചിന്ത വരുന്നില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ഐഡിയ ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ കണ്ടെത്തുമ്പോൾ, ദൈവത്തെ നേടുമ്പോഴാണ് നമുക്ക് പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ച് ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മളിൽ ദൈവം ഇടപെടാൻ നമുക്ക് അവസരം ഉണ്ടാവുന്നത്, ദൈവം ഇടപെടുന്ന ആ ഒരു സന്ദർഭം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ദൈവം നമ്മളിൽ ഇടപെടണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പിന്നെ അതുപോലെ നമുക്ക് നമ്മൾ ആത്മനിയന്ത്രണം വരണം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും കൂടിയും വേണം. നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ നിൽക്കുന്നു, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു. പക്ഷേ അതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ വചനഭാഗങ്ങളിൽ തന്നെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടെത്തി വായിക്കണം. അതുപോലെ ഒരു വിലപ്പെട്ടൊരു ഭാഗമാണ്, ഒരു 6 വചനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമ്മൾ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഒരു 6 വചനങ്ങളാണുള്ളത്. അത് നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും അതിൽ പെടുന്നുണ്ട്. നമ്മളെല്ലാവരിലേക്കും ആ ഒരു വചനം വന്ന് നമ്മളൊരു ആത്മനിയന്ത്രണത്തിന് നമ്മളത് ഉപകരിക്കുന്ന വചനങ്ങളാണ്. ഇപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വായിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ അത് മനപ്പാടാക്കുക. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ ഓവർ റൂൾ ചെയ്യുന്ന നമ്മളറിയാതെ നമ്മൾ ഓവർ റൂൾ ചെയ്യുന്ന പൈശാചിക ശക്തികൾക്കെതിരെ നമുക്ക് ഈ ആത്മനിയന്ത്രണത്തിൻ്റെ പ്രാർത്ഥന വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കും, യേശുവിനോട് സംസാരിക്കും, മാതാവിനോട് നമ്മൾ അപേക്ഷിക്കും, നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വാക്കുകൾ നമ്മൾ സംസാരിക്കും. ഒപ്പം തന്നെ നമ്മൾ സങ്കീർത്തനങ്ങളാലും പിന്നെ അതുപോലെ ഓൾറെഡി എഴുതപ്പെട്ട വചനങ്ങളാലും നമ്മൾ പറയുകയാണെങ്കിൽ ദൈവം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും സാന്നിധ്യം കൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.